കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പുളിശ്ശേരി ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഓണക്കാലമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നല്ല വെജിറ്റേറിയൻ റെസിപ്പീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഈ വരുന്ന എപ്പിസോഡ്സിൽ ഇടയ്ക്കെങ്കിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ ഒരു പുളിശ്ശേരി. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. ശരിക്കും നമ്മൾ സദ്യയ്ക്ക് വിളമ്പുന്ന ടൈപ്പ്, അല്ലെങ്കിൽ നമ്മൾ ചില ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഉച്ചയ്ക്ക് ഊണിനൊക്കെ പോകുമ്പോൾ അവർ വിളമ്പുന്ന കുറച്ച് ലൂസായിട്ടുള്ള ടൈപ്പ് പുളിശ്ശേരിയില്ലേ, അത് തന്നെയാണ് ഞാൻ ഇന്ന് ശ്രമിച്ചിട്ടുള്ളത് ഉണ്ടാക്കാനായിട്ട്. വളരെ ടേസ്റ്റിയാണ്, എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ മുന്നത്തെ ഏതോ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊരു സംശയമാണ് പറഞ്ഞിട്ടുണ്ടോയെന്ന്. എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ. അതായത് ഗീ റൈസിൻ്റെ റെസിപ്പി ചെയ്തപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബർ 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗീ റൈസിന് മാച്ച് ചെയ്യുന്ന ഒരു വെജിറ്റേറിയൻ റെസിപ്പി പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നും പറയാം. 2-3 ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ 2-3 സംഭവങ്ങൾ ഒഴിച്ച് ബാക്കി എന്ത് സാധനങ്ങളും ഇട്ട് നല്ലൊരു വെജിറ്റേറിയൻ റെസിപ്പി ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ആവട്ടെ. പക്ഷേ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ വന്ന് അത് ഞങ്ങൾ നീണ്ടു പോവാണ്. അപ്പോൾ ഇനി ഏതൊക്കെയായാലും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അതിന് പറ്റിയ നല്ലൊരു ആ ഒരു സബ്സ്ക്രൈബറിനത് പ്രത്യേകമായിട്ട് ഞാൻ എടുത്ത് പറയുകയാണ്, നല്ലൊരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നമുക്ക് ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളിത് അരച്ചെടുക്കാൻ പോവാണ്, അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ കറിവേപ്പില ഇടാൻ പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഒരു വെളുത്തുള്ളി, തീരെ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 വരെയൊക്കെ ചേർക്കാം, അതിൽ കൂടുതൽ ചേർക്കണ്ട. പിന്നെ 2 പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കണം കേട്ടോ. അപ്പൊ ഞാൻ തേങ്ങ ചേർക്കും ഇത് കഴിഞ്ഞിട്ട്, അതിന്റെ കൂടെയാണ് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ ജീരകം. പിന്നെ ഞാൻ ഇതിലോട്ട് 3 ടീസ്പൂൺ തേങ്ങ ചിരണ്ടിയതും ചേർക്കുന്നുണ്ട്, അതായത് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട്. അപ്പോൾ ഇത് ഞാൻ 3 ടീസ്പൂണും നിറച്ചും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ കുറുക്ക് പരുവായിട്ട് വരും. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഇത്രയും തേങ്ങ മതി. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല ക്രീം പരുവം അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ക്രീമി ആയിട്ട് അരച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പുളിശ്ശേരിയുടെ ടേസ്റ്റ് വരുന്നത് നമ്മൾ അരയ്ക്കുന്നതിലാണ്. അതായത് നമ്മൾ വെറുതെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിലും അത് അത്രയ്ക്ക് അങ്ങോട്ട് അരഞ്ഞു കിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തരുതരി പോലെ ഇരിക്കും. പക്ഷെ ഒരു മിക്സിക്ക് ഒരു എത്ര മാക്സിമം അരച്ചെടുക്കാൻ പറ്റും അത്രയും മാക്സിമം അരച്ചെടുക്കാൻ ശ്രമിക്കാം. അപ്പൊ അരച്ച് നല്ല ക്രീമി പരുവം, മാക്സിമം ക്രീമി പരുവം എത്രയാക്കാൻ പറ്റും അത്രയും ക്രീമി പരുവാക്കിയിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് അതിലോട്ട് നമ്മളുടെ തേങ്ങ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ കീറി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അതും ഒരു ഫ്യൂ സെക്കൻഡ്സോ അല്ലെങ്കിൽ 1 മിനിറ്റോളം ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഉണക്കമുളക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആകും കേട്ടോ. ഇപ്പൊ അത്യാവശ്യം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക, ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു ചാറൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ ഈ ഗ്രേവിയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു പേസ്റ്റിലോട്ട് അങ്ങോട്ട് വരും. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോഴും ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ പുളിശ്ശേരി സാധാരണ ഉണ്ടാക്കണേലും ടേസ്റ്റ് കൂടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1.5 കപ്പ് കട്ടത്തൈരാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പുളിയുള്ള തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ പുളിശ്ശേരി ഉണ്ടാക്കുവാണെങ്കിലും മോര് കാച്ചുമ്പോഴും ആണെങ്കിലും കുറച്ച് പുളിയുള്ള തൈര് എടുക്കുമ്പോഴായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ ഇതിന്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആണെങ്കിൽ പോലും നല്ല ചൂടായിരിക്കും ചട്ടിയിൽ. അതുകൊണ്ട് തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പം ഒരു സ്പൂണും കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി വേണം നിങ്ങളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് ഇളക്കണം. അതായത് ഒരുപാട് നേരം ഇട്ട് അങ്ങോട്ട് തിളയ്ക്കാൻ ഇടവരുത്തരുത്. തിളച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഈ മോരെല്ലാം പിരിഞ്ഞ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കാണാനും ഭംഗി ഉണ്ടാവില്ല.
അപ്പോൾ അതിന് ശേഷം നമുക്ക് ഫ്യൂ സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇപ്പം നല്ല വെളുത്ത കളറിലല്ലേ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ആ ഒരു പുളിശ്ശേരിയുടെ ഒരു കളർ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബാക്കിയുള്ള സ്റ്റെപ്സ് ചെയ്യാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങണം. അങ്ങനെ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലോട്ട് നിറയെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പൊ കറിവേപ്പില ഇഷ്ടംപോലെ ചേർക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ പുളിശ്ശേരിക്ക് നല്ലൊരു മണമൊക്കെ വരും. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 2 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു നുള്ളു ഉലുവ പൊടിച്ചതും ചേർക്കാം. അപ്പൊ ഇത് ഞാൻ വറുത്ത് വെച്ച ഉലുവയൊന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഉലുവ എടുത്ത് ഫ്രഷ് ആയിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലിട്ട് ഒന്ന് വറുത്തെടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു 1/4 ടീസ്പൂൺ ഒന്നും വേണ്ട, ഒരു പിഞ്ച്, ഒരു നുള്ളു ഉലുവപ്പൊടി മതി. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നമ്മൾ ചേർക്കുന്നത് പ്രധാനമായിട്ട് ചെറിയൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 1/2 ടീസ്പൂൺ ഒന്നും ചേർക്കണം എന്നില്ല, കാരണം അത്രയും ചേർത്താൽ ചിലപ്പോൾ കൂടുതൽ റെഡ് ആയി പോകും. ഒരു 1/4 ടീസ്പൂൺ എല്ലാം ചേർത്താൽ മതിയാകും. അപ്പൊ അതും കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ ഒരു പൊടി ഒന്ന് മൂത്ത് കിട്ടണം. അതിന് വേണ്ടി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇതിപ്പോ ഇച്ചിരി വിസ്താരം കുറവുള്ളൊരു പാൻ ആയതുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടികളൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങുക. പെട്ടെന്ന് തന്നെ ആകും, 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ആകും, കാരണം ഇത് എണ്ണയിലോട്ട് ഡയറക്റ്റ്ലി ഇടുന്നതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇതിലോട്ട് ഒരു 9 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കുക. അത് പെട്ടെന്ന് തന്നെ ആകും, കാരണം ഇപ്പൊ നല്ല ചൂടുണ്ടല്ലോ. അങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതെടുത്ത് നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മോരുണ്ടല്ലോ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പൊ ഈ സമയത്ത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ ഈ മോര് നേരത്തെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന സംഭവങ്ങളും പൊടികളും എല്ലാം തന്നെ മൂത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു സദ്യ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ സ്റ്റൈൽ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഒരു പ്രത്യേക ഒരു രുചിയായിരിക്കും പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.